ഇങ്ങനെ പോയാൽ പറ്റൂല. ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കണം. ഇന്ന് മുതൽ ഫുൾ ഡയറ്റ്. കുഴിമന്തി കഴിക്കാൻ പോയാലോ? ഇന്ന് ഇൻഡിക്കേറ്റർ ഇടാതെ പോയി രണ്ടെണ്ണത്തിനെ തട്ടിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഈ ഓട്ടോ വാങ്ങിയപ്പോൾ മുതൽ ഇട്ടിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി അപ്പുറത്ത് ഒരു ഇടുങ്ങിയ റോഡുണ്ട്, അതിലൂടെ ഒരു 80-90 പോകണം. എന്നിട്ട് 4 ആളുടെ വായിൽ നിന്ന് തെറി കേട്ടാൽ ഹാപ്പി. ഞാൻ കണ്ടില്ല. ഉള്ളിൽ നല്ല തണുപ്പാ മോനെ. ഞാൻ നന്നായി ഉറങ്ങി. ശുഭം. അപ്പൊ 100 കോടി ഉറപ്പ്. ഞാൻ ഇന്ന് മരിക്കുവാണെങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഉറപ്പായും ചെയ്യാം. ആ മോനച്ചനെ നീ കല്യാണം കഴിക്കണം. പക്ഷെ നിങ്ങൾക്ക് അവനെ ഇഷ്ടമല്ലല്ലോ. അതെ, എനിക്ക് അവനും കഷ്ടപ്പെടുന്നതാ കാണേണ്ടത്. അവനങ്ങനെ ഇപ്പൊ സന്തോഷിച്ച് ജീവിക്കണ്ട. അമ്മേ, ഞാൻ ഡിപ്രഷനിലോട്ട് പോവുക. അച്ഛനോട് ചോദിച്ചിട്ട് പൊക്കോ. പിന്നെ 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ വേണം. ഹായ് ഗൈസ്, ഞാൻ ജ്വാലേഷ്, പാലക്കാട്. രാവിലെ നല്ല തണുപ്പ്. ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ഗായ്സ്, ഇന്ന് ലാവയ്ക്ക് കുറച്ച് തണുപ്പുണ്ട്. നാളെ വരുമ്പോ തേച്ച് കുളിക്കാൻ തീക്കട്ട കൂടി കൊണ്ടുവരണം. അധികാരികളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് മുതലാണ് സ്കൂളുകാർക്ക് ഒരു മഴയും കോളേജിന് വേറെ മഴയും പെയ്യാൻ തുടങ്ങിയത്? ഇന്ന് ഉച്ചയ്ക്ക് വിടുവോ? എനിക്കൊരു ബാറ്റ് തരാവോ ചേട്ടാ മാം? അയ്യോ മോനെ, എന്റെ കയ്യിൽ ബാറ്റ് ഒന്നും ഇല്ലല്ലോ. താൻ പിന്നെ എവിടത്തെ ബാറ്റ്മാനാടോ? ഊളെ. കഥയെഴുത്ത് മത്സരത്തിന് സ്വന്തം വൺ സൈഡ് ലവ് സ്റ്റോറി എഴുതിയ സുഭാഷിന് പെണ്ണ് സെറ്റാക്കി കൊടുക്കാമെന്ന് എക്സാമിനർ വാക്കുകൾ. ഇതുപോലെ എല്ലാ അധ്യാപകരും മുന്നോട്ട് വരണമെന്ന് വിദ്യാർത്ഥി സംഘടന ആവശ്യം. വെറുതെ ഒന്ന് നാടൊക്കെ കാണാന്ന് വിചാരിച്ചു വന്നതാ. ഇപ്പൊ എല്ലാരും എന്നെ യോദ്ധ സിനിമയിലെ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കുന്നു. ജോണി സിൻസ്. അമ്മച്ചിയുടെ കോഴിനെ പിടിച്ച പരന്തിനെ തെരഞ്ഞിറങ്ങിയത് മക്കളെ. എല്ലാരും കൂടെ നിന്ന് സഹായിക്കണേ. ഹലോ, വീട്ടിൽ ഈച്ച അടിച്ചിരുന്ന എനിക്ക് ട്രെയിനിന് മുന്നിൽ ടോർച്ചും ഹോർണും പിടിച്ചിരിക്കാനുള്ള ജോലി നറുക്കെടുപ്പിലൂടെ കിട്ടി. നിങ്ങളും ഇതുപോലെ ജോലി ഇല്ലാതിരിക്കുന്ന ചങ്കിന് സജസ്റ്റ് ഇടാം. പഞ്ചസാര ഫ്രീ കിട്ടിയില്ലല്ലോ ചേട്ടാ. എന്താ മോനെ, ഇതില് പഞ്ചസാര ഫ്രീ എന്നുണ്ടല്ലോ. ഒന്ന് പോയടാ. ഞങ്ങൾ അരൂരിലൊന്ന് കറങ്ങാൻ വന്നതാ. കുഴിയിൽ വീണ് നടൊടിഞ്ഞു. ഗൈസ് പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോണേ. നല്ല വേദനയുണ്ട്. എന്റെ കർത്താവേ, ഇവൻ പഠിച്ച് ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അവന്റെ പാതി വട്ട പൂജയാവും, നിന്റെ പാതിയെങ്കിലും. സർ, ഇത്ര അതിശക്തമായ മഴ പെയ്തിട്ടും എങ്ങനെ നാട്ടിൽ വെള്ളപ്പൊക്കമില്ലാതെ മാനേജ് ചെയ്യുന്നു? വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണോ? അതെ, വെള്ളം കയറി തുടങ്ങുമ്പോൾ വീണ്ടും നല്ല മഴ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഞങ്ങൾ സ്കൂളുകൾക്ക് അവധി കൊടുക്കും. പിന്നെ അങ്ങോട്ട് നല്ല വെയില. അങ്ങനെ ഞങ്ങൾ മാനേജ് ചെയ്യും. ഇന്നത്തെ സ്ത്രീകൾക്ക് നിങ്ങൾ എന്ത് ഉപദേശം നൽകും? അവനെ ബ്ലോക്ക് ചെയ്ത് നേരത്തെ ഉറങ്ങാൻ നോക്ക്. അവൻ ജീവിതത്തിൽ താൽക്കാലികമായിരിക്കും, പക്ഷെ ആ ഡാർക്ക് സർക്കിൾസ് എന്നേക്കുമായി നിലനിൽക്കും. അമ്മാമേ, നിങ്ങളുടെ സാമ്പാറിന് എന്താ ഇത്ര ടേസ്റ്റ്? എന്താണ് ഇതിന്റെ രഹസ്യം? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ഒരാഴ്ച പഴകിയ സാമ്പാറാണ്. ഗായ്സ്, ഇന്ന് ഞാൻ ചോര കുടിക്കാൻ എവിടെയാ വന്നിട്ടുള്ളത്? നല്ല സ്പോട്ടാ ഇവിടെ. നമുക്ക് നോക്കാം ആരെങ്കിലും വരുമോന്ന്. ഭയങ്കര കൊതുകാ ഗായ്സ് ഇവിടെ. നിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുടിക്കുന്ന ചോരയൊക്കെ കൊതുകാണ് കുടിക്കുന്നത്. ഒരുത്തൻ ചൂട്ടൊക്കെ കത്തിച്ചു വരുന്നുണ്ട്. ഗായ്സ്, ഒന്ന് മുട്ടി നോക്കട്ടെ. നല്ല മുട്ടൻ സാധനം. ഗായ്സ്, ഇത് അഖിലിന്റെ അപ്പൂപ്പനാന്നാ പറയുന്നത്. ഇയാളുടെ വീട്ടിൽ കുറെ ബ്ലഡ് കളക്ഷൻ ഉണ്ട് അത്രേ. പോയി നോക്കാം. അപ്പൊ ട്രിപ്പ് സെറ്റ് അല്ലേ? നികടാ, ഞാൻ ഒന്ന് തുറിയിട്ട് വരാം. ഹായ് ഗൈസ്, ഞാനും സുധാകരനും റെഡ് സ്ട്രീറ്റിൽ വരെ പോവാ. ഇനി ഇപ്പൊ ഈ പ്രായത്തിൽ എയ്ഡ്സ് വന്ന് ചത്താലും ഒരു കുഴപ്പമില്ല.